ഇപ്പൊ ഒരുപാട് സ്റ്റുഡൻസ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു മടി കൊണ്ടിട്ട് ലാംഗ്വേജ് പഠിക്കാറ്, ജർമ്മൻ കൺട്രി തന്നെ ചൂസ് ചെയ്യാറില്ല, ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരുപാട് കൺസൾട്ടൻസ് നമ്മൾ നോട്ട് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നത് നമുക്കൊരു 3 month അല്ലെങ്കിൽ ഒരു 4 month കൊണ്ട് നമുക്ക് B1 B2 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. ശരിക്കും അങ്ങനെ പറ്റുമോ? നമുക്ക് B1 B2 ഒക്കെ ഒരു 3 month കൊണ്ട് കവർ ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഇപ്പം ജർമ്മൻ ലാംഗ്വേജ് സെന്റേഴ്സിൽ അങ്ങനെ ഒരു സ്കാം നടക്കുന്നുണ്ട്. സ്കാം എന്നല്ല, ഒരു സെയിൽസ് ടോക്ക് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നൊക്കെ നമുക്ക് അതിനെ പറയാം. ആക്ച്വലി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ടഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ പറയാം, ആണെന്നും അല്ലെന്നും. അപ്പം നമ്മൾ ലാംഗ്വേജിനെ അപ്രോച്ച് ചെയ്യുന്ന കണക്കിരിക്കും. ഇപ്പം ജർമ്മനി പോകാനായിട്ട് ജർമ്മൻ പഠിക്കുന്നവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനി പോകണം, അപ്പം ജർമ്മൻ പഠിക്കുന്നു, അല്ലെങ്കിൽ ജർമ്മൻ പഠിച്ചാൽ ജർമ്മനി പോവാം. രണ്ടും രണ്ടാണ്. ഇപ്പൊ ഈ ജർമ്മൻ പഠിച്ചാൽ ജർമ്മനി പോകാം എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനാണ് ഇത് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ ജർമ്മനി പോകാൻ ഞാൻ ജർമ്മൻ പഠിക്കുന്നു എന്നുള്ള ടീമിന് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. പിന്നെ ഈ ഡ്യൂറേഷന്റെ കാര്യം, ഇപ്പം നോർമലി വന്നൊരു A1 മുതൽ B2 വരെ നല്ല വൃത്തിക്ക് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു നോർമൽ സ്റ്റുഡൻറ്റ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു 7 അല്ലെങ്കിൽ 8 മാസം പഠിക്കാൻ വേണ്ടി മാത്രം എടുക്കും, ടെക്സ്റ്റ് ബുക്സ് കവർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അത് കൂടിയും കുറഞ്ഞിരിക്കും. ഇപ്പോൾ ചിലർക്ക് ലാംഗ്വേജ് ഗ്രാസ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അത് വേരി ചെയ്യും. പിന്നെ ഈ പറയുന്ന ഈ B1 B2 3 മാസം കൊണ്ട് കവർ ചെയ്യാമെന്ന് പറയുന്ന ടീംസൊക്കെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, പക്ഷേ ഇവിടെ നിന്ന് അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല? ലാംഗ്വേജ് സംസാരിക്കാൻ അറിയണ്ടേ, അവർ ചോദിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണ്ടേ. ഇതൊന്നും ചെയ്യാതെ ചുമ്മാ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് മാത്രം മേടിച്ച് വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പം കേരളത്തിൽ മൊത്തത്തിൽ ഇപ്പം നമ്മൾ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ എടുക്കുകയാണെങ്കിൽ ഏകദേശം 1200-ൽ കൂടുതൽ ജർമ്മൻ ലാംഗ്വേജ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പം ഇത്ര ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൂടെ ഏകദേശം 60,000-70,000 കുട്ടികളാണ് ഒരു വർഷം പഠിക്കുന്നത്. ഇതിൽ എത്ര പേര് ജർമ്മനി പോകുന്നുണ്ട്? ഇതിൽ എത്ര പേര് ജർമ്മൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്? ഇല്ല, വളരെ ചുരുക്കമാണ്. അപ്പം ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്താണ് ചെയ്യുന്നത്? അവർക്ക് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാനായിട്ടല്ല അവർ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ലാംഗ്വേജ് അവർക്ക് ജർമ്മനിയിൽ ചെന്ന് ഉപയോഗിക്കണം അല്ലെങ്കിൽ സംസാരിക്കണം എന്നുള്ളൊരു രീതിക്ക് അല്ല അവർ പഠിപ്പിക്കുന്നത്. അവർ ജസ്റ്റ് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആർക്കാണ് ബുദ്ധിമുട്ട് വരുന്നത്? കുട്ടികൾക്കാണ് ആ ബുദ്ധിമുട്ട് വരുന്നത്. തുടക്കത്തിൽ കുട്ടികൾ വിചാരിക്കും ഷോർട്ട് ടൈമിൽ എനിക്ക് പഠിക്കാം എന്ന് പറഞ്ഞ് പോകുന്നവരും, അപ്പോൾ അവർക്ക് ലോങ് ടൈം വരുമ്പോഴത്തേന് അതെന്ത് വരും? അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അവർക്ക് ഈ പറയുന്ന 3 മാസം കൊണ്ടൊരു കോഴ്സ് പഠിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അവർ എത്രത്തോളം നോളജ് അവർക്കുണ്ടാകും? അവർ അതിലും ഹാർഡായിട്ട് പിന്നെ പഠിക്കേണ്ടി വരും. ഈ തുടക്കം ഈ 1 വർഷം നല്ലോണം സ്പെൻഡ് ചെയ്യാതെ 3-4 മാസം 5 മാസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ഫ്യൂച്ചർ അവർക്ക് 1.5 വർഷം 2 വർഷം എടുക്കും പിന്നെ ഒന്നുകൂടെ പഠിക്കാൻ. തുടക്കം ബേസ് നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്മൂത്ത് ആയിട്ട് പോകും, അല്ലാന്നുണ്ടെങ്കിൽ ഡിഫിക്കൽട്ട് ആവും. ഇതാണ് ഫാക്ട് എന്ന് പറയുന്നത്. സർ, നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് വരുന്നുണ്ട്. അപ്പൊ കൂടുതൽ പേരും ആദ്യം വരുന്ന സമയത്ത് പബ്ലിക് യൂണിവേഴ്സിറ്റി ചോദിച്ചാണ് വരുന്നത്. പക്ഷെ നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴത്തേക്ക് അവർ പറയാറുണ്ട്, വേറെ കൺസൾട്ടൻസി കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് അവർ കൂടുതലും ഫോഴ്സ്ഫുള്ളി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. എന്തുകൊണ്ടിട്ടാണത്? അതൊന്ന് പൊതുവെ ഇപ്പോൾ നമ്മുടെ ഈ കൺസൾട്ടിങ് ഫീൽഡ് അല്ലെങ്കിൽ അബ്രോഡ് സ്റ്റഡി കൺസൾട്ടിങ് ഫീൽഡിൽ വന്നിട്ട് ഒരു സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ആക്ച്വലി ഈ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ എലിജിബിലിറ്റി ഒരു കുട്ടീനെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഒരു സ്റ്റുപ്പിഡിറ്റി എന്ന് ഞാൻ പറയത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ട്? ഇപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ എലിജിബിൾ ഉള്ള കുട്ടീനെ പ്രൈവറ്റ് വിടേണ്ട കാര്യമില്ല. എന്തിനാണ്? കാരണം ഇറ്റ്സ് ബിറ്റ് എക്സ്പെൻസീവ് ആണ്, ഫീസ് കൊടുക്കണം. ഇപ്പോൾ 2 വർഷത്തെ ഫീസ് മിനിമം വന്നിട്ട് 25 lakhs വരും. ഓക്കെ, 10 ലക്ഷം രൂപയ്ക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളും ഉണ്ട്. പിന്നെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിന്റെ കാര്യം, അത് എക്സ്പെൻസീവ് ആണ്. ആക്ച്വലി ഇഫ് ദേ ആർ ക്വാളിഫൈഡ് ഫോർ മാസ്റ്റേഴ്സ് പഠിക്കാൻ അവർ റിക്വയർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് പബ്ലിക് യൂണിവേഴ്സിറ്റി തന്നെ അവരെ വിടണം. ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ പുഷ് ചെയ്യുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, മെയിൻ കാര്യം the consultancies, those who are pushing the students to private, they are not aware of the public university. പബ്ലിക് യൂണിവേഴ്സിറ്റിനെ കുറിച്ചോ അതിന്റെ പ്രോസസ്സുകളെ കുറിച്ചോ അഡ്മിഷൻ എടുക്കുന്നതിന്റെ കാര്യങ്ങളെ കുറിച്ചോ എൻറോൾമെന്റുകളെ കുറിച്ചോ ഒന്നും ഈ കൺസൾട്ടൻസികൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് അവർ പ്രൈവറ്റിൽ എന്ത് ചെയ്യുന്നത്, പുഷ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി ഈസി ടു ഗെറ്റ് ആൻ അഡ്മിഷൻ ഇൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. അവർക്ക് ഡോക്യുമെന്റ്സ് കൊടുത്താൽ മതി, അഡ്മിഷൻ കിട്ടും. പക്ഷേ പബ്ലിക്കിൽ അങ്ങനെയല്ല, വർക്ക് ചെയ്യണം. അതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ കൺസൾട്ടൻസി എന്ത് ചെയ്യുന്നത്, പ്രൈവറ്റിലോട്ട് എല്ലാരെയും ഷിഫ്റ്റ് ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ പ്രൈവറ്റിൽ പോകുമെന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സാർ, നമ്മുടെ ഇപ്പൊ നാട്ടില് 3 year ഡിഗ്രി ആൻഡ് 4 year ഡിഗ്രി ഉണ്ടല്ലോ. പൊതുവെ പറയുന്നത് വെച്ചാൽ 3 year ഡിഗ്രി കഴിഞ്ഞവർക്ക് ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അത് സത്യമാണോ? ആക്ച്വലി ഈ കൺസൾട്ടിങ് ഫീൽഡിൽ വന്നതിന് ശേഷം എനിക്കും ഇങ്ങനത്തെ
ക്വസ്റ്റ്യൻസ് അല്ലെ സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിക്ക കൺസൾട്ടൻസിയിലുള്ളവർക്കും കൗൺസിലേഴ്സിനും ദേ ആർ നോട്ട് അവെയർ, ഫുള്ളി അവെയർ അല്ല ഈ ഒരു കാര്യത്തെക്കുറിച്ച്. ആക്ച്വലി 3 വർഷത്തെ ഡിഗ്രി ഉണ്ടെങ്കിലും 4 വർഷത്തെ ഡിഗ്രി ഉണ്ടെങ്കിലും നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുക്കാം. അത് അവർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് അവരെന്ത് പറയുന്നത്, അഡ്മിഷൻ കിട്ടില്ല. അപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ BSc മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞ പിള്ളേരെ, പിന്നെ അല്ലാതെ ബോട്ടണി കഴിഞ്ഞവരെയൊക്കെ ഞാൻ മാസ്റ്റേഴ്സിന് ഞാൻ അയച്ചിട്ടുണ്ട്. അത് 3 years ഡിഗ്രിയാണ്. ഇപ്പോഴാണല്ലോ നമ്മുടെ നാട്ടിൽ അത് 4 years ആക്കിയത്, ബാച്ചിലേഴ്സ് ഡിഗ്രി. അതിനൊന്നും ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. അത് ചുമ്മാ പറയുന്നതാണ്. BTech ഡിഗ്രി ഉണ്ടെങ്കിലോ STEM പ്രോഗ്രാംസ് ഉണ്ടെങ്കിലോ 4 വർഷത്തെ ഡിഗ്രി ഉണ്ടെങ്കിലോ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടും എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് നോട്ട് ട്രൂ. നമുക്ക് ഏത് ബാച്ചിലേഴ്സ് ഉള്ളവർക്കും വന്ന് ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാം.